ശ്വേതാമേനോനെ പ്രസിഡന്റായിട്ടാണ് വന്നത്, പക്ഷെ തിരിച്ചു പോകുന്നത് അംഗം പോലും അല്ലാതെയാണ്. ഒരു ഗൂഢാലോചന നടന്നതാണ് ശ്വേതാമേനോന്റെ ആരോപണം. ഇന്നത്തെ ജനറൽ ബോഡിയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ഒരുപാട് അംഗങ്ങൾക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ഈ സംഘടനയെ കൊണ്ട് ഉണ്ടായിട്ടുള്ള പരാതികളുണ്ട്. എങ്ങനെയാണ് ഈ സംഘടന മുന്നോട്ട് പോകേണ്ടതെന്നുള്ള കുറച്ച് പരാതികളുണ്ട്. അത്തരത്തിലുള്ള എല്ലാ പരാതികളും പരിഹരിക്കാനും പറയാനും പറ്റുന്ന ഒരു വേദിയാണ് ജനറൽ ബോഡി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പരാതികൾ വന്നു, ഒരുപാട് കാര്യങ്ങൾ വന്നു, ഒരുപാട് അലിഗേഷൻസ് വന്നു. ആ അലിഗേഷൻസിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു മൊമെൻറ്റിൽ ശ്വേത ചേച്ചി കുറച്ചൊരു ഇമോഷണൽ ബ്രേക്ക് ഔട്ട് ആയിട്ടാണ് ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ അതൊരു സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു തീരുമാനമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അങ്ങനത്തെ ഒരു ഇമോഷണൽ ബ്രേക്കിൽ എടുത്തൊരു തീരുമാനമായിട്ട് ഞാൻ കരുതുന്നു. അത് സ്വാഭാവികമായിട്ടും അമ്മയിൽ ഉള്ള ആളുകളൊക്കെ തന്നെ അത്തരത്തിലുള്ള പിണക്കങ്ങൾ ഉണ്ടായാലൊക്കെ തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യമാണ് എപ്പോഴും അമ്മയെ സംബന്ധിച്ച് ഒരുക്കാറുള്ളത്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇനി മുന്നോട്ട് എങ്ങനെ ഈ സംഘടനയെ കൊണ്ടുപോകണം എന്നുള്ളത് ചർച്ച ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി വരുമ്പോൾ ഒരു പുതിയൊരു അഡ്വോ കമ്മിറ്റി എന്ന രീതിയിൽ വരട്ടെ എന്ന് തീരുമാനിച്ചു. അപ്പോൾ കുറേ ആളുകളുടെ ചർച്ച ചെയ്തു, കുറേ പേരുകൾ ചർച്ച ചെയ്തു. കുറേ പേരുകൾ ചർച്ച ചെയ്തിട്ടാണ് ഈ 9 പേരിലെ ഇതിലേക്ക് പിഷാരടിയുടെ നേതൃത്വം, എനിക്ക് തോന്നുന്നു ജഗദീഷ് അത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിഷാരടിയുടെ നേതൃത്വത്തിൽ ഒരു അഡ്വോ കമ്മിറ്റി വരികയും ആ അഡ്വോ കമ്മിറ്റി കുറച്ച് നാൾ പോയിട്ട് വീണ്ടും ഒരു ഇലക്ഷനിലേക്ക് പോയിട്ട് പുതിയൊരു കമ്മിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ബിനീഷ്, അതോടൊപ്പം തന്നെ ഇത് പറയുന്നത് ഒരു അവസരം കൂടി അവർക്ക് കൊടുക്കാമായിരുന്നു എന്നുള്ള ഒരു ആരോപണം ഒരു ചില അംഗങ്ങൾ അത്തരത്തിലും കൂടി പറയുന്നുണ്ട്. ഒരു അവസരം കൂടി കൊടുക്കാമായിരുന്നു എന്നുള്ളത്. ഏതംഗങ്ങൾ? നേരത്തെ ഇപ്പോൾ അനൂപ് ചന്ദ്രൻ അടക്കമുള്ള ആളുകൾ അങ്ങനെ പറഞ്ഞിരുന്നു. അല്ല, അതാ ഈ പറയുന്ന കുറേ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കുറേ പേര് തിരിച്ചും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം രണ്ട് രീതിയിലുള്ള അഭിപ്രായം വന്നതുകൊണ്ടാണ് അതൊരു ഈ കമ്മിറ്റി മാറട്ടെ, പുതിയൊരു അഡ്വോ കമ്മിറ്റി വരട്ടെ എന്നൊരു പൊതു തീരുമാനത്തിലേക്ക് എത്തിയത്. ആ പൊതു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അഡ്വോ കമ്മിറ്റി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതൊരു ഷോർട്ട് ടേമിലേക്കുള്ളൊരു തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി വന്ന കമ്മിറ്റിയെ നയിക്കുന്നത് പിഷാരടിയാണ്. പക്ഷേ വളരെ ഏബിളായിട്ടുള്ള ഒരാളാണ്. ഗണേശേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഷാജുവിനെ പോലുള്ള ആളുകൾ, കൃഷ്ണപ്രവേണി, ജൈവിചന്ദ്രനെ പോലുള്ള വനിതകൾ ഒക്കെയുള്ള ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ അവരത് അഡ്വോ കമ്മിറ്റി വന്നിട്ട് പുതിയൊരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇലക്ഷൻ പ്രോസസ്സ് വരെ ഈ കമ്മിറ്റി തുടരും എന്നുള്ളതാണ് തീരുമാനിച്ചത്. ഓക്കെ, താങ്ക് യു.